ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ കോഡ് 064/2018. ചോദ്യത്തിലേക്ക് പോവാം. മിശ്രഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി ആരാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ശ്രദ്ധിക്കുക, മിശ്രഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി സഹോദരൻ അയ്യപ്പൻ. ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ? ഉത്തരം അന്റോണിയോ ഗുട്ടറസ്. 1933 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം ഏത്? ഉത്തരം തിരുവനന്തപുരം. ബ്ലാക്ക് ബെൽറ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം കരാട്ടെ. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം? ഉത്തരം തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം കേരളം. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഉത്തരം നെല്ല്. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ ആരാണ്? ഉത്തരം രാഷ്ട്രപതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി? ഉത്തരം കെ കരുണാകരൻ. തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗം ഏത്? ഉത്തരം വരയാട്. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഏതാണ്? ഉത്തരം സൗരോർജം. ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത്? ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം. ആര്യസമാജ സ്ഥാപകൻ ആരാണ്? ഉത്തരം ദയാനന്ദ സരസ്വതി. നമ്മുടെ ആമാശയ രസത്തിലെ ആസിഡ് ഏതാണ്? ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്. സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഉത്തരം VS അച്യുതാനന്ദൻ. ത്രിഫലങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ജാതിക്ക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മണ്ണിനം ഏതാണ്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ആസാം. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം കാവേരി. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? ഉത്തരം 36. കാക്രപ്പാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഗുജറാത്ത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറു തീരത്തുള്ള തുറമുഖം ഏതാണ്? ഉത്തരം മംഗലാപുരം. വയനാട്ടിലെ കുറിച്യ കലാപം നയിച്ചതാര്? ഉത്തരം രാമനമ്പി. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? ഉത്തരം ലോക്സഭാ സ്പീക്കർ. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശ രേഖ ഏത്? ഉത്തരം ഭൂമധ്യരേഖ. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. കേരളത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ടിന്റെ വോൾട്ടേജ് എത്ര? ഉത്തരം 230 വോൾട്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ആണ്. വെങ്കയ്യ നായിഡു അല്ല, അത് അന്നത്തെ ആയിരുന്നു. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ്? ഉത്തരം ബംഗാളി. ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ഉത്തരം തിയോസഫിക്കൽ സൊസൈറ്റി. ഇംഗ്ലീഷ് ഔദ്യോഗികമായ ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം നാഗാലാൻഡ്. രാജ്യങ്ങൾ ഒന്നും ഇല്ലാത്ത ഭൂഖണ്ഡം ഏത്? ഉത്തരം അന്റാർട്ടിക്ക. ലോക ജലദിനം? ഉത്തരം മാർച്ച് 22. വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക്? ഉത്തരം 7ാം സ്ഥാനം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് ജില്ലയിൽ? ഉത്തരം മലപ്പുറം. 2016 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിനായകന് ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ്? ഉത്തരം കമ്മട്ടിപ്പാടം. മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം രാജസ്ഥാൻ. ഇന്ത്യയുടെ സമുദ്രതീരം കാത്ത് സംരക്ഷിക്കുന്ന സേനാ വിഭാഗം ഏതാണ്? ഉത്തരം കോസ്റ്റ് ഗാർഡ്. വടക്ക് കിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്ന പേര് തുലാവർഷം. താഴെ പറയുന്നതിൽ ഹരിതഗ്രഹ വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡയോക്സൈഡ്. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞതാര്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ശ്രദ്ധിക്കുക, ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം? ഉത്തരം കൊൽക്കത്ത. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയാകുന്നതിന് മുൻപ് ഏത് സംസ്ഥാനത്തെ ഗവർണറായിരുന്നു? ഉത്തരം ബീഹാർ. സലിം അലി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഉത്തരം പക്ഷി നിരീക്ഷകൻ. വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന് സൗകര്യം നൽകുന്നത് എത്ര വർഷത്തേക്ക്? ഉത്തരം 15 വർഷത്തേക്ക്.
കേരളത്തിൽ എത്ര നദികളുണ്ട്? ഉത്തരം 44. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം? ഉത്തരം എറണാകുളം. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. ഗാന്ധിജി ജനിച്ച സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത് തന്നെ. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ? ഉത്തരം കൊല്ലം ജില്ലയിൽ. 2017 ഇന്ത്യയിൽ നടന്ന ഫിഫ അണ്ടർ-17 വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച രാജ്യം? ഉത്തരം ഇംഗ്ലണ്ട്. ലക്ഷദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ? ഉത്തരം മലയാളം. ഹരിത വിപ്ലവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന വർധനമുണ്ടായ വിള ഏത്? ഉത്തരം ഗോതമ്പ്. മാഹി ഏത് രാജ്യത്തിന്റെ കോളനിയായിരുന്നു? ഉത്തരം ഫ്രാൻസ്. വാഗൺ ദുരന്തം നടന്നത് ഏത് വർഷം? ഉത്തരം 1921. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ? ഉത്തരം സുഗതകുമാരി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആൺകുട്ടികളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം? ഉത്തരം 21. ഒരു ബില്ല് പാസ്സാകുന്നതിന് പാർലമെന്റിന്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം? ഉത്തരം 3 തവണ. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ഉത്തരത്തിന്റെ ഓപ്ഷനും മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 61 ഓപ്ഷൻ എ, 62 ഓപ്ഷൻ സി, 63 ഓപ്ഷൻ ബി, 64 ഓപ്ഷൻ ഡി, 65 ഓപ്ഷൻ സി, 66 ഓപ്ഷൻ ബി, 67 ഓപ്ഷൻ എ, 68 ഓപ്ഷൻ ഡി, 69 ഓപ്ഷൻ സി, 70 ഓപ്ഷൻ ബി, 71 ഓപ്ഷൻ ഡി, 72 ഓപ്ഷൻ സി, 73 ഓപ്ഷൻ എ, 74 ഓപ്ഷൻ എ, 75 ഓപ്ഷൻ ഡി, 76 ഓപ്ഷൻ ബി, 77 ഓപ്ഷൻ എ, 78 ഓപ്ഷൻ സി, 79 ഓപ്ഷൻ ഡി, 80 ഓപ്ഷൻ ബി. 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചിത ആകൃതിയുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട്. ഇത് ഏത് അവസ്ഥയാണ്? ഉത്തരം ഖരം. ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം വടക്ക് ഭാഗം. ചിത്രങ്ങളും സന്ദേശങ്ങളും ഫോൺ സന്ദേശവും കൈമാറാൻ പറ്റുന്ന ഉപകരണം? ഉത്തരം ഫാക്സ്. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം വെള്ളം. വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്? ഉത്തരം സാന്ദ്രീകരണം. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ? ഉത്തരം സുതാര്യ വസ്തുക്കൾ. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആള്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ലഘുയന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലം? ഉത്തരം യത്നം. ടെലഫോൺ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം അലക്സാണ്ടർ ഗ്രഹാം ബെൽ. നാടിന്റെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ചുമതലയില്ലാത്ത സ്ഥാപനം? ഉത്തരം കുടുംബശ്രീ. അടുത്ത ചോദ്യം നോക്കാം. ജീവകം എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമേത്? ഉത്തരം നിശാന്തത. സസ്യങ്ങൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണ വസ്തു ഏത്? ഉത്തരം ഹരിതകം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഉത്തരം 206. ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ്? ഉത്തരം ഹരിത സസ്യങ്ങൾ. കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യമേത്? ഉത്തരം നെല്ല്. മൂന്നാറിലെ രാജമല ഏത് ജീവിയുടെ സംരക്ഷണ കേന്ദ്രമാണ്? ഉത്തരം വരയാട്. മനുഷ്യകോശത്തിലെ ക്രോമോസോമുകളുടെ എണ്ണം എത്ര? ഉത്തരം 23 ജോഡി. ക്യൂലക്സ് കൊതുകുകളിലൂടെ പകരുന്ന രോഗമേത്? ഉത്തരം മന്ത്. മനുഷ്യനിൽ ദഹനം എവിടെ വെച്ച് ആരംഭിക്കുന്നു? ഉത്തരം വായ. പയർ ചെടിയുടെ വേരുകളിൽ കാണുന്ന ബാക്ടീരിയ ഏത്? ഉത്തരം റൈസോബിയം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.